പ്രമുഖ ധനികരെയും അവരുടെ വീഴ്ചകളെയും കുറിച്ച് നമ്മൾ കേട്ടിരിക്കുമല്ലേ. എന്നാൽ 12,400 കോടി രൂപയുടെ കമ്പനി വെറും 74 രൂപയ്ക്ക് വിറ്റ ഇന്ത്യക്കാരനായ ധനികനെ നിങ്ങൾക്കറിയാമോ? എളിയ പശ്ചാത്തലത്തിൽ നിന്നും ഉയർന്നു വരുന്ന വ്യക്തികളുടെ വിജയകഥകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. ഒരു കാലത്ത് ബില്യണർ ആയിരുന്ന ഇന്ത്യൻ വ്യവസായിയായ BR ഷെട്ടി എന്നറിയപ്പെടുന്ന ഭവഗുത്തു രഘുറാം ഷെട്ടിയുടെ കഥ അത്തരത്തിലൊന്നാണ്. അതേ BR ഷെട്ടി തന്നെയാണ് തന്റെ 12,400 കോടി രൂപയുടെ കമ്പനി വെറും 74 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നതെന്ന് കേട്ടാലോ? എങ്കിൽ അതാണ് സത്യം. കർണാടകയിലെ ഉടുപ്പിയിലാണ് ഷെട്ടി ജനിച്ചത്. കന്നഡ മീഡിയം സ്കൂളിൽ പഠിച്ച അദ്ദേഹം മണിപ്പാലിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1973 കർണാടകയിൽ നിന്നും അദ്ദേഹം അബുദാബിയിലേക്ക് താമസം മാറിയ ആദ്യകാലങ്ങളിൽ അദ്ദേഹം തുച്ഛമായ വരുമാനത്തിൽ ഫാർമ സെയിൽസ്മാനായി ജോലി ചെയ്തു. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം 1975 അദ്ദേഹം ന്യൂ മെഡിക്കൽ സെന്റർ അഥവാ NMC എന്നൊരു ചെറിയ ഫാർമസ്യൂട്ടിക്കൽ ക്ലിനിക്ക് സ്ഥാപിച്ചു. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമായിരുന്നു മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ. കാലക്രമേണ UAE ഏറ്റവും വലിയ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ ദാതാക്കളിൽ ഒന്നായി NMC മാറി. ഇതോടെ ഷെട്ടി UAE സ്വകാര്യ ഹെൽത്ത് കെയർ മേഖലയിൽ മുൻനിരക്കാരനുമായി. 2015 ഇന്ത്യയിലെ 100 സമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ഉൾപ്പെട്ട അദ്ദേഹം 2019 42ാമത്തെ ധനികനായി ഇടം പിടിച്ചു. 18,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആഡംബര ശേഖരത്തിൽ വില കൂടിയ കാറുകളും ഒരു സ്വകാര്യ ജെറ്റും ബുർജ് ഖലീഫയിൽ വിവിധ നിലകളിലായി ധാരാളം മുറികളും സ്വന്തമായി ഉണ്ടായിരുന്നു. മലയാളത്തിൽ MTയുടെ തിരക്കഥയിൽ 2ാം ഊഴം സിനിമയാക്കുവാനുള്ള പദ്ധതിക്ക് അദ്ദേഹം പണം മുടക്കുമെന്ന സൂചനകൾ അക്കാലത്ത് ഉയർന്നിരുന്നെങ്കിലും പദ്ധതി പക്ഷെ നടന്നില്ല. എന്നാൽ 2019 കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അദ്ദേഹത്തിന്റെ കമ്പനിക്കെതിരെ ഉയർന്ന വ്യാജ ആരോപണങ്ങളെ തുടർന്ന് കമ്പനിക്ക് ഓഹരികളിൽ ഇടിവുണ്ടായി. തൽഫലമായി BR ഷെട്ടിക്ക് തന്റെ 12,400 കോടി രൂപയുടെ കമ്പനി ആ സമയത്ത് വെറും 74 രൂപയ്ക്ക് ഇസ്രായേലി UAE കൺസോർഷ്യത്തിന് വിൽക്കേണ്ടി വന്നു. ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞു. 2020 ഏപ്രിലിൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് NMC ഹെൽത്തിനെതിരെ ക്രിമിനൽ പരാതി നൽകി. ദിവസങ്ങൾക്ക് ശേഷം UAE സെൻട്രൽ ബാങ്ക് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാനും ഉത്തരവിടുകയുണ്ടായി. സത്യത്തിൽ ഒരു വമ്പൻ തകർച്ചയാണ് BR ഷെട്ടി അത്തരത്തിൽ അന്ന് ഏറ്റുവാങ്ങിയത്. ഉയർച്ചയുടെ പടവുകളിൽ നിന്നുള്ള ഒരു ഉഗ്രൻ വീഴ്ച തന്നെയായിരുന്നു അതെന്ന് ഇതുകൊണ്ട് തന്നെയെല്ലാം എടുത്തു പറയേണ്ടതില്ലല്ലോ.